ഇന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ ചാപ്റ്ററിൻ്റെയും വാക്യങ്ങളുടെ കണ്ടൻറ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് കമൻറ്റുകളൊക്കെ അയയ്ക്കുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വേഗം വന്നെന്നതി പാപങ്ങളാകെ നീ ഓർപ്പിക്കുക. ആത്മാവേ വേഗം വന്നെന്നതി പാപങ്ങളാകെ നീ ഓർപ്പിക്കുക. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 9 വേർഡ്സ് 15 and 16. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. And I will remember my covenant, which is better me and you and every living creature of all flesh, and the waters shall no more become a flood to destroy all flesh. വില്ലുമേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവ ജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. And the bow shall be in the cloud, and I will look upon it, that I may remember the everlasting covenant between God and every living creature of all flesh that is upon the earth. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ്. ദ ബൈബിൾ സേസ് God has given gifts to each of you from his great variety of spiritual gift. Manage them well so that God's generosity can flow through you. Are you called to help others? Do it with all the strength and energy that God supplies. Then God will be given glory. We bring God glory by telling others about him. God doesn't want his love and purposes kept a secret. Once we know the truth, he expects us to share it with others. This is a great privilege, introducing others to Jesus, helping them discover their purpose and preparing them for their eternal destiny. The Bible says, as God's grace brings more and more people to Christ, God will receive more and more glory. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവേർബ്സ് 8 വേർഡ്സ് 19 and 20. സദൃശവാക്യങ്ങൾ 8-19-20. എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും, എൻ്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. മൈ ഫ്രൂട്ട് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ്, than fine gold, and my revenue than
ചോയ്സ് സിൽവർ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന്. ഐ ലീഡ് ഇൻ ദ വേ ഓഫ് റൈച്ചസ്നെസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പാത്സ് ഓഫ് ജഡ്ജ്മെൻറ്റ്. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 2 വേർഡ്സ് 2 and 3. മത്തായി 2-3 വാക്യങ്ങൾ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സെയിങ് വേർ ഈസ് ഹി ദാറ്റ് ഈസ് ബോൺ കിങ് ഓഫ് ദ ജൂസ്, ഫോർ വി ഹാവ് സീൻ ഹിസ് സ്റ്റാർ ഇൻ ദ ഈസ്റ്റ് ആൻഡ് ആർ കം ടു വർഷിപ്പ് ഹിം. ഹെരോദ രാജാവും അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. വെൻ ഹെരോദ് the king had heard these things, he was troubled, and all Jerusalem with him. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ സെഷനിലേക്ക് പോകാം. ശലോമോന്റെ രാജകീയ സന്ദർശക. 1 രാജാക്കന്മാർ 10:1-9 വരെ. ശേബാരാജ്ഞി ശലോമോന്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടു. നിരവധി സംശയങ്ങളുമായി അവൾ യെരുശലേമിൽ ശലോമോന്റെ അടുത്തെത്തി. അവളോടൊപ്പം ഒരു വലിയ കൂട്ടം പരിചാരകരും ഉണ്ടായിരുന്നു. സ്വർണവും രത്നവും സുഗന്ധദ്രവ്യങ്ങളും കയറ്റിയ ഒട്ടകങ്ങളുമായിട്ടാണ് അവൾ വന്നത്. അവൾ രാജാവിനോട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ അവയ്ക്കെല്ലാം ഉത്തരം നൽകി. ശലോമോനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബുദ്ധിമുട്ടായിരുന്നില്ല. ശലോമോന്റെ ജ്ഞാനം എത്ര വലുതെന്ന് ശെബാരാജ്ഞി ചിന്തിച്ചു. അവൻ പണിത കൊട്ടാരം അവൾ കണ്ടു. അവൻ്റെ ഭക്ഷണമേശയിൽ വിളമ്പിയിരിക്കുന്ന സ്വാദുഭോജ്യങ്ങൾ അവൾ ശ്രദ്ധിച്ചു. അവൻ്റെ ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന വീടുകൾ അവൾ കണ്ടു. പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ച പരിചാരകന്മാരെ കണ്ട് അവൾ അത്ഭുതം കൂറി. ആലയത്തിലെ ആരാധന കണ്ട് അവൾ അതിശയിച്ചു പോയി. കൊട്ടാരത്തിലും ആലയത്തിലും കണ്ട കാര്യങ്ങളും അവൻ്റെ മഹത്വം ഓർത്ത് ശെബാരാജ്ഞി അമ്പരം നിന്നു. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ ജ്ഞാനത്തെക്കുറിച്ചും എൻ്റെ രാജ്യത്ത് വെച്ച് കേട്ടതെല്ലാം എത്രയോ സത്യമാണ്. എന്നാൽ ഞാൻ വന്ന് ഇതെല്ലാം കാണുന്നതിന് മുൻപ് വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ധനവും ജ്ഞാനവും ഞാൻ കേട്ടതിനേക്കാൾ വളരെ കൂടുതലാണ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ. അങ്ങയുടെ ജ്ഞാനവാക്കുകൾ നിരന്തരം കേൾക്കുന്ന ഈ പരിചാരകന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങയുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. അങ്ങയെ ഇസ്രായേലിന് രാജാവാക്കിയതിലൂടെ ദൈവത്തിന് അങ്ങയോടുള്ള പ്രിയം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള നിത്യസ്നേഹം നിമിത്തമാണ് ദൈവം അങ്ങയെ അവർക്ക് രാജാവാക്കിയത്. ഇനി നമ്മുടെ സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഒരു സെഷൻ കഴിഞ്ഞെങ്കിലും നമുക്ക് കണ്ടൻറ്റ് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ കണ്ടൻറ്റ് വേഗം നമുക്കൊന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് സെഷൻ്റെ ദൈവവും മനുഷ്യരുമായുള്ള നിയമം ഓർക്കും. പിന്നെ ഒരിക്കലും സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തിരികയില്ല. അതായത് ഇനി ഒരിക്കലും ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിക്കത്തില്ല. ഗോഡ് സെഡ്, അതിൻ്റെ ഇംഗ്ലീഷും കൂടെ നോക്കാം നമുക്ക്. ഐ വിൽ റിമെമ്പർ മൈ കവനന്റ്, ദ വാട്ടേഴ്സ് ഷാൽ നോ മോർ ബിക്കം എ ഫ്ലഡ് ടു ഡിസ്ട്രോയ് ഓൾ ഫ്ലഷ്. പിന്നെ വില്ലുമേഘ, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കുക, 1ാം സെഷനിൽ തന്നെയാണ്. വില്ലുമേഘത്തിലുണ്ടാകും, ദൈവവും സർവ്വജഡവും സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ദൈവം ഓർക്കും. ഇനി ഇത് 2ാമത്തെ സെഷനായ ദ പർപ്പസ് ഡ്രിവൺ ബുക്കിലെ കണ്ടൻ്റാണ്. ആൻഡ് ദ പർപ്പസ് ഡ്രിവൺ ബുക്ക്, അതിനും ഒരു പ്രാവശ്യം കൂടെ, അതിനു മുമ്പ് ഉൽപ്പത്തിയിലുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആൻഡ് ദ ബോ ഷാൽ ബി ഇൻ ദ ക്ലൗഡ്, റിമെമ്പർ ദ എവർലാസ്റ്റിംഗ് കവനന്റ്. അപ്പം ദൈവവും മനുഷ്യരുമായിട്ടുള്ള എന്നേക്കുമുള്ള നിയമം, അതാണ് എവർലാസ്റ്റിംഗ് കവനന്റ്. ഇനി നമുക്ക് പർപ്പസ് ഡ്രിവൺ ലൈഫിലെ ഒരു കണ്ടന്റ് നോക്കാം. വി ബ്രിങ് ഗോഡ് ഗ്ലോറി ബൈ ടെല്ലിങ് അതേഴ്സ് അബൌട്ട് ഹിം. ഗോഡ് ഡസൻ വാണ്ട് ഹിസ് ലവ് ആൻഡ് പർപ്പസസ് കെപ്റ്റ് എ സീക്രട്ട്. ഇനി 3rd സെഷനിലേക്ക് പോകാം. പ്രോവേർബ്. എൻ്റെ
ഫലം പൊന്നിലും തങ്കത്തിലും, ആദായം മേത്തരമായ വെള്ളി. അപ്പം അതാണ് ആ കണ്ടൻറ്റിൽ പറഞ്ഞത്. പിന്നെ ദ ഫ്രൂട്ട് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ് ദാൻ ഫൈൻ ഗോൾഡ്, റവന്യൂ ദാൻ ചോയ്സ് സിൽവർ. അത് പിന്നെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വസ്തുവക അവകാശമായി കൊടുക്കുകയും ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. അതൊരു നല്ല കണ്ടൻറ്റാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവം അതൊക്കെ കൊടുക്കുന്നത്. നല്ലൊരു കണ്ടൻറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോഡ് ലീഡ് ഇൻ ദ വേ ഓഫ് റൈച്ചസ് പാത്സ് ഓഫ് ജഡ്ജ്മെൻറ്റ്. പിന്നെ നമുക്ക് അവസാനത്തെ നോക്കാം, മാത്യു ചാപ്റ്റർ. കിഴക്ക് നക്ഷത്രം കണ്ട് രാജാവായി പിറന്ന യേശുവിനെ കാണുവാൻ വന്നവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സേയിങ് വെയർ ഈസ് ദാറ്റ് ദ ബോൺ കിങ് ഓഫ് ജ്യൂസ്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കമൻറ്റ്. ഇന്ന് നമ്മൾ കണ്ടൻറ്റ് നമ്മളിന്ന് വായിച്ച ഇതിൽ. അപ്പോൾ എല്ലാ സെഷനും ഇവിടെ തീർന്നിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.